അപ്പോൾ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ നമ്മളെ പെരുന്നാളിൻ്റെ 3ാമത്തെ ദിവസം. പെരുന്നാൾ ശരിക്കും ഒരു ദിവസമാണെങ്കിലും നമുക്ക് കിട്ടുന്ന വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ നാത്തൂനെയും മക്കളെയൊക്കെ പാടി ഖത്തർ കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കത്താര ഹിൽസ് പാർക്കിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ ഖത്തറിൽ വന്ന സമയത്ത് ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം നമുക്ക് മുഴുവനായിട്ട് ഇവിടെ കാണിക്കാനും കാണാനും ഒന്നും ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിതാ അപ്പം അത് ഫിനൂട്ടനും ഉണ്ടായിരുന്നില്ല അല്ലേ ഫിനൂട്ടിയല്ലോ. അപ്പം ഇന്നിതാ നാത്തൂനെയും മക്കളെയും ഫിനൂട്ടനെയും ഒക്കെ ആയിട്ട് നമ്മൾ കത്താര ഹിൽസ് പാർക്കിൽ വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്തെന്നൊക്കെയെന്ന് നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെ ആർപ്പും വിളിയൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ നല്ല ഫുൾ ഓണായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയ പാടന്നെ ഞങ്ങൾ ഫസ്റ്റ് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും മറ്റും തള്ളാനായിട്ട് ബാപ്പു മൂട്ടത്ത് 2 മൈന. നമ്മൾ 2 മൈനനെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നില്ലല്ലോ. മൈന നമുക്കൊരു വിഷയമല്ലായിരുന്നു. ഒറ്റ സംഖ്യ ഇറങ്ങാൻ പോവണ്ടല്ലോ ആ പേരും പറഞ്ഞിട്ട്. മൈനനെ എണ്ണിട്ടാണ് ഞങ്ങള് കണക്ക് പഠിച്ച. ഞാനും ബാപ്പു ഒരുമിച്ചിരുന്നിട്ടായിരുന്നു എണ്ണിയത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെടായും പറഞ്ഞ് ഞങ്ങളിത് അങ്ങനെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ട്. കഴിഞ്ഞ തവണ വന്നിട്ട് പോവാത്തൊരു ഏരിയ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോണത്. എങ്ങണ്ടാന്നൊന്നും അറിയില്ല, ഒരു ഒക്കെ ഇങ്ങനെ പോവാണ്. എന്തായാലും ഒന്ന് വന്നതല്ലേ, അപ്പൊ ഒന്ന് കയറി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഒരുപാട് പേര് ആ വഴിക്ക് പോകുന്നുണ്ട്. അപ്പൊ പോകുന്നവർ പിന്നാലെ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കാത്ത. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഇങ്ങനെ എടുത്താണ്ടിരിക്കുക. അത് പിന്നെ നമുക്ക് എവിടെ ചെന്നാലും ബെസ്റ്റാണല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വലിയൊരു കവാടം കണ്ടിട്ട്, കവാടം മീൻസ് വലിയൊരു സംഭവം കണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയതാണ് കേട്ടോ. കയറി നോക്കിയപ്പോൾ നല്ല വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോൾ വലിയൊരു മൈതാനം പോലെ ഒരു സ്റ്റേഡിയം കേട്ടോ, വലിയ ഭംഗിയുള്ളൊരു സ്റ്റേഡിയം. പിന്നെ ആണുങ്ങൾക്കുണ്ടാവും. ഈ ഭാഗത്തേക്ക് രാത്രി നമ്മൾ വന്നിച്ചാ ടവർ കാണാൻ വേണ്ടിട്ട് തന്നെടാ. എന്നിട്ട് നമ്മൾ കുറെ നേരം ഇവിടെ ഇരുന്നിട്ട് പോയില്ലേ. രാത്രിയുടെ അഭാവത്തിൽ മുന്നെപ്പോഴോ ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കിച്ചു പറഞ്ഞത് അതാ സ്ഥലം അല്ല എന്നുള്ളത്. എന്തായാലും ഇവിടെ നല്ല അടിപൊളി റീൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അത് കണ്ടപ്പോഴാണ് ഈ 3 കൂടി എടുക്കണം പറഞ്ഞിട്ട് ചാടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവര് ത്രിബിൾസ് ആണോ വെച്ചത്ര കിച്ച അവരെ കണ്ടിട്ട്. ഈ ഒരു പെരുന്നാൾ തണ്ടലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകലിലെ കറങ്ങി നടക്കലൊന്നും ഇനി ഉണ്ടാവും തോന്നണില്ല കേട്ടോ. കാരണം നല്ല ചൂട് തുടങ്ങി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ലീവ് കൊടുക്കനെ കൂടിയിട്ട് പിന്നെ പകലിലെ കലാപരിപാടികളൊക്കെ നിൽക്കണ മട്ടാണ്. ഇവിടെ രംബി ഉർവശി മേനയ്ക്കും കൂടി കാര്യമായിട്ട് എന്തോ വലിയ ചർച്ചയിലാണ് കേട്ടാ. 3ന്റെ ഇരുത്തം കണ്ടാ തോന്നും ഓലേതോ വലിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണെന്ന്. 3, 2, 5 ക്യാമറ ഭാഗത്തിന്റെ തിരിഞ്ഞപ്പോഴാണ് കേട്ടാ ഞാൻ ഈ ഒരു കലാരൂപം കണ്ടത്. ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയാത്തോണ്ട് നിങ്ങൾ നേരിട്ട് എന്നെ കണ്ടോക്കി. അത്യാവശ്യം തരക്കേടില്ലാത്ത വെയിലുണ്ടായതുകൊണ്ട് തന്നെ അധിക നേരം അത് കണ്ടു നിൽക്കാനുള്ള ശേഷി ഉണ്ടായില്ലട്ടാ. പിന്നെ നേരെ ഇങ്ങോട്ട് താഴേക്കുള്ള വഴി കൂടെ പോന്ന് ഇനി ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളത് നോക്കിയിട്ട് വരാം. താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇതാ നല്ല അടിപൊളി അറബി പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. നോക്കുമ്പോൾ പാട്ട് മാത്രമല്ല ഡാൻസും ഉണ്ട്. കുറേ അറബിക്കാർ നിന്നിട്ട് നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ വാളും ചെണ്ടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡാൻസ്. എന്തെങ്കിലും പ്രത്യേക പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പിന്നെ അറബിയൊന്നും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അറബിപ്പാട്ടും കേട്ട് കടൽക്കാറ്റും കൊണ്ട് കപ്പൽ എണ്ണിങ്ങാണ്ട് നിൽക്കണ നേരത്ത് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. നോക്കുമ്പോൾ അതാ അവരെല്ലാരും കൂടി ഇരുന്ന് പോക്കോൻ തിന്നണേ. ഇന്നൊന്ന് വിളിക്ക പോലും ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ വിളിക്കാതെ ചെല്ലുന്നത് വലിയ പുതുമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് എല്ലാരെയും ഓരോ പിടിയെടുത്ത് വാരിയാണ് തിന്ന്. ലിനുവിന്റെ മുകളിൽ തന്നെ മുളക് പൊടി ഉണ്ടായിരുന്നോ. മൂക്കിന്റെ ഉള്ളിൽ കയറിയണം. തീറ്റ നിർത്തി മക്കളൊക്കെ പാടി അങ്ങോട്ട് കളിക്കാൻ ഇറങ്ങിയപ്പോ ബാക്കി ഉണ്ടായിരുന്ന ഞാനും കിച്ചും കൂടി ഇങ്ങനെ തിന്നോണ്ടിരിക്കാനിട്ടാ. ആ നേരത്താണ് ഞങ്ങളെ മൂത്ത കുരിപ്പിന്റെ വരവ്. അങ്ങനെ വാപ്പിയും ഉമ്മയും കൂടി ഒറ്റയ്ക്ക് ഇരുന്ന് പഞ്ചാര അടിക്കണ്ടാന്ന്. ഇപ്പോഴാണ് ക്യൂട്ട് ബോയ് ആയത്. ക്യൂട്ടി മച്ചിന്റെ പപ്പാന്റെ ക്യൂട്ടിയാണ്. എണ്ണട്ടാനായിന്നുള്ളൂ. അജ്ജ എന്റെ മുഖത്തുള്ളതോ ചവിട്ടി ചവിട്ടി പൊട്ടി പിരിയോ. പപ്പാന്റെ മുഖത്തിന് അറച്ചടയാളായിട്ട് സമ്മതിച്ചു കൊടുക്കണ്ടേ. എന്റെ കുട്ടി ഇതാണ് ഇവിടെ വായുവിൽ നിൽക്കുന്ന ജഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ട് ആസ്വദിച്ച് നിൽക്കണം മക്കളൊക്കെ പിടിച്ച് മാറ്റിയിട്ട് വാപ്പു സുമയും കൂടി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ആണ് കേട്ടോ.
ഞാനും അങ്ങനെ ചെയ്യാം. ആദ്യമൊക്കെ വായിൽ നിൽക്കണ ഈ ജഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടിട്ട് ഇതെന്തോന്ന് മാജിക് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നിട്ടാ. പിന്നീടാണ് ഇതിന്റെ സീക്രട്ട് മനസ്സിലായത്. വാപ്പു സുമയും കൂടി ഇതിനെ ചുറ്റിപ്പറ്റി എടുത്ത റീൽസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയോ ഫോൺ നോക്കിയിരിക്കണ കിച്ചുവിനെ വിളിച്ചു കൊടുത്തിട്ട് ഞാനെടുത്ത് 2-3 റീൽസ്. എടുത്ത റീൽസൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കാണാത്തതൊക്കെ നമ്മളെ ഇൻസ്റ്റ ഐഡിയിൽ നിന്ന് കയറി നോക്കുക. ജയ്ബൂസ് വേൾഡ് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയുടെ പേരും വരുന്നത്. എന്തായാലും ചുറ്റി നടന്ന് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. മക്കള് അവിടേക്കും ഇവിടേക്കും പോകണ നേരത്ത് മാത്രം ഞങ്ങൾക്ക് 2 പേർക്കും ഒറ്റക്കൊരു ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ കിട്ടുന്നത്. മറ്റേത് 2 പേരും ഒരുമിച്ചൊന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചുറ്റുപാകം വന്ന് നിറഞ്ഞു നിൽക്കും മക്കള്. ഞങ്ങൾ 2 ആളും കൂടി നടന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാൾക്കൂട്ടം നോക്കുമ്പോൾ വാപ്പും കുട്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ മാഷ്മെല്ലോയും സ്ട്രോബെറിയും ഒക്കെ ചോക്ലേറ്റ് മുക്കി കൊടുക്കുന്നുണ്ട് പോലും. അത് കണ്ടപ്പോൾ വാപ്പുനെ വിളിച്ചങ്ങാണ്ട് മക്കൾ അതിൻ്റെ ഉള്ളിൽ വട്ടിട്ട് കൂടിയിരിക്കണം. കൂടെ ഞങ്ങളും കൂടി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം കഴിക്കാനായിട്ട്. ഞാൻ ഇതുപോലെ സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാഷ്മെല്ലോ ആദ്യമായിട്ട് കഴിച്ചു നോക്കാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈകിട്ട് ഒരു 4-4:30 ആയപ്പോഴേക്കും ഇവിടെ മൊത്തത്തിൽ ജനസാഗരമാവുണ്ടിട്ടാ. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ കുട്ടികളും മക്കളും തോന്നുള്ളവരാണെന്ന് തോന്നുന്നു കൂടുതലും വരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ തരം പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ടിട്ട് ഇവിടെ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അന്ന് കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്ഷീണം മാറ്റാനായി ഞങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ടായിരുന്നിട്ടാ. ഇവിടെ കുട്ടികൾക്കുള്ള വിവിധ തരം പ്രോഗ്രാംസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല. തലയില്ലാതെ പോണ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ആറ്റും ബബലും പാത്തും ആകെ അന്തം വിട്ട് കുന്തം പോലെ നോക്കിക്കണ്ടിട്ടാ. പിന്നെ ചുറ്റിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കൾ എന്തായാലും ഫുള്ളായിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ടിവിയിലും മറ്റും അവർ കാണുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഭൂമിക്ക് ഇറങ്ങി വന്ന പോലെ ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോന്നിന്റെ കൂടെ നിന്നിട്ട് ഉമ്മച്ചി ഫോട്ടോ എടുത്തായോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ പെരുന്നാള് മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടാ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് ചെന്നാൽ കിട്ടുന്നില്ല. അത്യാവശ്യം നയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു ടെഡി ബിയർ കിടന്നിട്ട് ആടിങ്ങോണ്ട് നിൽക്കുന്നുണ്ട്. മക്കളും അത് കണ്ടിട്ട് കൂടെ ആടുകണ്ടിട്ടാ. ഇങ്ങാണ് ഇവിടുത്തെ മെയിൻ കലാപരിപാടി. ഇവിടെ മക്കൾക്ക് വേണ്ടോളം ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് കിട്ടുമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നയിപ്പുണ്ട്. കാരണം കണ്ടില്ലേ, ഈ ഒരു വരി മൊത്തം ആ ടോയ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ മക്കൾക്ക് എത്ര വരി നിന്നാലും അവർക്ക് ആ ടോയ്സ് കിട്ടിയാൽ വലിയ എന്തോ സംഭവമാണ്. 1.5 മണിക്കൂർ വരി നിന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ ടോയ്സ് കിട്ടിയില്ലാണ്ട് പുറത്തിറങ്ങൂല എന്നുള്ള വാശിയിലാണ് മക്കളും ഇട്ടാ. പിന്നെ പാരന്റ്സിന് അങ്ങോട്ട് അലോഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്തു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാട്ടാ. ഈ ഭാഗത്ത് കൂടെ പോയിട്ട് മക്കളെല്ലാവരും ടോയ്സ് വാങ്ങിയിട്ട് ആ ഭാഗത്ത് കൂടെ പുറത്തിറങ്ങണം. അങ്ങനെ വരിയിൽ നിന്ന് നീണ്ട കതിരിപ്പിനൊടുവിൽ അവർക്കും കയ്യിലാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടാ. അതിന്റെ ആഹ്ലാദ പ്രകടനാണ് ഈ കാണുന്നത്. ഒരു പെട്ടി കിട്ടിയ പോലെ പൊലിവൊന്ന് വേറെ തന്നെ ഇരുന്നിട്ടാ. ഇനിയിപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോഴേക്കാരും അർത്ഥ പുകില്. കാരണം ഒരാൾക്ക് വലുതും ഒരാൾക്ക് ചെറുതൊക്കെ ആണെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യം. പിന്നെ അത് അവിടെ ഒരുപാട് പരിപാടികൾ വേറെയും നടക്കുന്നുണ്ടാ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഈ ഒരു കത്താര പാർക്കിന്റെ മുകളിൽ നിൽക്കുകയാണ്. കാരണം ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫയർ വർക്ക് നടക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഒന്നും തിരക്കൊന്നും ഉണ്ടാവും ചെയ്യൂല. ഫയർ വർക്കിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ സിഗ്നലാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഈ ഫയർ വർക്കോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും തീരുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയൊരു ദിവസം തന്നെ ആയിരുന്നു. പെരുന്നാൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ട്. അപ്പം നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.